അപ്പനെ നന്നായി മനസ്സിലാക്കാതെ പോകുന്ന മക്കളുടെ ഒരു കാലമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ കളിയായും കാര്യമായും പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്: അപ്പനെയാണോ അമ്മയാണോ ഏറെ ഇഷ്ടം? അന്നു ഇന്നും ഭൂരിഭാഗം മക്കളുടെയും വോട്ട് കിട്ടി ജയിച്ചു കയറുന്നത് അമ്മ സ്ഥാനാർത്ഥിയാണ്. മക്കളുടെ മനസ്സെന്ന ഓട്ടക്കളത്തിൽ അമ്മയെന്നും ഉസൈൻ ബോൾട്ടാണ്. എങ്ങനെ ഓടിയാലും ഫസ്റ്റ്. അപ്പനോ ഒന്നോടി മത്സരിക്കാൻ പോലും അയാൾ പരിശ്രമിക്കാറില്ല. തോൽക്കുമെന്നുറപ്പുള്ളൊരോട്ടം എന്തിനിങ്ങനെ ഓടുന്നു എന്ന ചിന്ത കൊണ്ടാവാം. ഈ ഓട്ട മത്സരത്തിൽ അപ്പൻ എന്തേ എന്നും രണ്ടാം സ്ഥാനം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിരീക്ഷണങ്ങൾ നിരവധിയാണ്. അപ്പന്റെ കോപം, അരിശം, കാർക്കശ്യം, ശാസന, മദ്യപാനം, അങ്ങനെ നീളുന്നു കാരണങ്ങൾ. മൃദുല വികാരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നതാണ് അപ്പന്മാരുടെ പരാജയത്തിന്റെ വലിയ കാരണം. മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അപ്പന്മാർ മക്കളെ ഒന്ന് തൊടാറ് പോലുമില്ല. യുവാവായ ഒരു മകനെ കെട്ടിപ്പിടിക്കുന്ന, ഒരു ഉമ്മ കൊടുക്കുന്ന എത്ര അപ്പന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. മക്കളുടെ ബൈക്കിന് പുറകിൽ കയറിയിരുന്ന അവരോടൊപ്പം ഒന്ന് കറങ്ങടാ എന്ന് പറയുന്ന എത്ര അപ്പന്മാരുണ്ടെന്ന്. ഇനിയെങ്ങാനും കയറാമെന്ന് വെച്ചാൽ മക്കളതിന് സമ്മതിക്കത്തുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അപ്പന്റെ ഉള്ളിൽ ഈ സൗമ്യ സ്നേഹമില്ല എന്ന് അനവധി തവണ അയാൾ തന്നെ തെളിയിച്ചതാണ്. സങ്കടം വന്നാൽ ഒന്ന് ഉറക്കെ കരയാൻ പോലും ആണുങ്ങൾക്കാകണമെന്നില്ല. എങ്ങാനും ഒന്ന് കരഞ്ഞു പോയാൽ നാണമില്ലടാ പെണ്ണിനെ പോലെ നിന്ന് മോങ്ങാൻ എന്നൊരൊറ്റ ചോദ്യം മതി ആ ആണ് പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കരയാതിരിക്കാൻ. ചതി ഒളിഞ്ഞിരിക്കുന്നൊരു ചോദ്യമാണത്. പെണ്ണിനെ പോലെ കരയാനാകുക എന്നത് വലിയൊരു ബലമാണെന്ന സത്യം മറച്ചുവെച്ച ഒരു ചതി. മക്കളെ ഓർത്ത് അപ്പനും അമ്മയും എത്ര പൊട്ടിച്ചിരിച്ചു എന്നത് പല മക്കളും ഓർക്കാറില്ല. പക്ഷേ മക്കളെ ഓർത്ത് അപ്പനും അമ്മയും എത്ര പൊട്ടിക്കരഞ്ഞു എന്നത് മക്കൾ ഒരിക്കലും മറക്കില്ല. ആണത്തെ മുലിച്ചു പോകുമെന്ന വ്യർത്ഥാഭിമാനത്തിന്റെ മടകെട്ടി കണ്ണീരിന് തടയിടുന്ന അപ്പന്മാർ ഓർക്കുക, നിങ്ങളുടെ തോൽവിയുടെ ആദ്യപടിയാണ് ആ മടകെട്ട്. ഒരു തടയുമില്ലാതെ മക്കൾക്കായി കണ്ണീരൊഴുക്കുന്ന അമ്മമാർ അവരുടെ ആ നീരൊഴുക്കിലൂടെ ഓടിക്കയറുന്നത് മക്കളുടെ ഹൃദയത്തിലേക്കാണ്. ഒരു പെണ്ണിനെ പോലെ കരയാനാകുക എന്നത് വലിയൊരു ബലമാണ്. ഇത് മനസ്സിലാക്കാത്ത അപ്പന്മാർ കരച്ചിലുകൾ ഉള്ളിലൊതുക്കി ഒടുവിൽ കരയുന്നവരേക്കാൾ കരയിപ്പിക്കുന്നവരായി മാറും. മക്കളുടെ മനസ്സിൽ അപ്പന്മാർക്ക് സ്ഥാനമില്ലാതായതിൽ നെഞ്ചിൽ ഇടിച്ചു പിട ചൊല്ലേണ്ടത് അമ്മമാർ കൂടിയാണ്. ചെറുതും വലുതുമായ കുരുത്തക്കേടൊപ്പിക്കുന്ന മക്കൾക്കെതിരെ അമ്മമാർ പ്രയോഗിക്കുന്ന ഒരു വജ്രായുധമുണ്ട്. അപ്പനിങ്ങോട്ട് വരട്ടടാ, ശരിയാക്കി തരാം ഈ വജ്രായുധം. അന്തിക്കയാൾ വന്നു കയറുമ്പോൾ മക്കളുടെ കുരുത്തക്കേടിന്റെ കഥ പറയും ഈ അമ്മമാർ. ഇത് കേട്ട് പാവം അപ്പന്മാർ അറിയാതെ പൊങ്ങിപ്പോവും. പാണ്ടിലോറിക്ക് മുന്നിൽ തവള നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് പോലെ ഇച്ചിരിയില്ലാത്ത പിള്ളേരുടെ മുൻപിൽ അപ്പൻ രാജാവ് കളി തുടങ്ങും. വഴക്ക്, ചീത്ത, തല്ല്. പലപ്പോഴും ഓർത്തുപോയിട്ടുണ്ട്, അമ്മയെന്ന് പറയുന്ന പെണ്ണ് വീട്ടിൽ വളർത്തുന്ന ഗുണ്ടയാണോ ഈ അപ്പനെന്ന്. മക്കളെ തല്ലലും കൊല്ലലും തെറിപറയലും എല്ലാം ഈ ഗുണ്ടയെ ഏൽപ്പിച്ചിരിക്കുക പാവ അപ്പൻ. അങ്ങേരുടെ വിചാരം ഇതൊരു കിരീടമാണെന്നാണ്. തന്റെ സ്വരം കേൾക്കുമ്പോൾ ഭാര്യ വിറയ്ക്കുന്നു, പട്ടി വാലു ചുരുട്ടുന്നു, കുട്ടി മൂത്രമൊഴിക്കുന്നു, കോഴി മുട്ടയിടുന്നു. ഹായ്, എത്ര മനോഹരമായ ആചാരങ്ങൾ! ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൻ കിടന്നുറങ്ങുമ്പോൾ അമ്മ ഉണരും. പതിയെ മക്കളുടെ അരികിൽ ചെന്ന് അതുങ്ങളുടെ തുടയിലെ ചുവന്ന പാടുകളിൽ തടകും. നല്ലതിനു വേണ്ടിയല്ലേ പപ്പ തല്ലിയത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. കെട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആരായി അപ്പനെ കൊണ്ട് മക്കളെ തല്ലിച്ചത്? ആരായിപ്പം മക്കളെ ആശ്വസിപ്പിക്കുന്നത്? അമ്മയുടെ ഉദ്ദേശം നന്മയായിരുന്നെങ്കിലും അവസാനം മക്കൾക്കുള്ളിൽ അമ്മ അകത്തും അപ്പൻ പുറത്തുമാകും. വൈകിയാണ് അപ്പൻ അറിയുന്നത്, തന്റെ മനോഹരമായ ആചാരങ്ങളുടെ കൊടിയിറങ്ങിക്കഴിഞ്ഞപ്പോൾ ജീവിതം ആളൊഴിഞ്ഞു പോയ ഉത്സവ പറമ്പ് പോലെയായി എന്ന്. വാർദ്ധക്യത്തിലെത്തിയ അപ്പന്മാരെക്കുറിച്ച് മക്കൾ ഓർത്തുവെക്കുന്നത് അപ്പനെത്ര സ്ട്രിക്റ്റ് ആയിരുന്നുവെന്നതല്ല, അപ്പനെത്ര സ്നേഹമുണ്ടായിരുന്നു എന്നതാണ്. എത്ര ശിക്ഷിച്ചു എന്നതല്ല, എത്ര പൊറുത്തു എന്നതാണ്. എത്ര തവണ അടിച്ചു പുറത്താക്കി എന്നതല്ല, എത്ര തവണ ചേർത്ത് പിടിച്ചു എന്നതാണ്. മധ്യവയസ്കരായ അപ്പന്മാർക്ക് വേണ്ടിയല്ല ഈ ഒരു കുറിപ്പ്. ഭാവിയിൽ അപ്പനാകാൻ പോകുന്ന എല്ലാ ആൺകുട്ടികൾക്കും വേണ്ടിയാണ്. ഇന്നത്തെ നല്ല ആൺകുട്ടികളാണ് നാളത്തെ നല്ല അപ്പന്മാർ.